നമ്മുടെ സോഫ്റ്റ്വെയർ ഗ്രേപ്സ് ഐ ഡി എം ആർ ഉപയോഗിക്കുമ്പോൾ ഫാർമസിസ്റ്റിന് ഒരു ഹെൽപ്പ് വേണ്ടി വരാവുന്ന സാഹചര്യത്തിൽ ആ മരുന്നിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ബൈസ്റ്റാൻഡർക്ക് കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായാൽ നമ്മളുടെ സ്വാഭാവികമായിട്ട് ഡിസ്പെൻസിങ് വിൻഡോയിലേക്ക് പോകാം. ആ ഡിസ്പെൻസിങ് വിൻഡോയിൽ ആ പർട്ടിക്കുലർ മെഡിസിനെ സെലക്ട് ചെയ്താൽ റൈറ്റ് ടോപ്പിലേക്ക് ആ മരുന്ന് എന്ത് കോമ്പിനേഷനാണ്, എന്ത് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ഡോസിൽ കൊടുക്കാം, അങ്ങനെ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ടാവും, എന്തൊക്കെ സൈഡ് എഫക്റ്റുകളുണ്ടാവും, എല്ലാ വിവരങ്ങളും അവിടെ അവൈലബിൾ ആണ്. സോ അത് നോക്കി ഒന്ന് മനസ്സിലാക്കി ബൈസ്റ്റാൻഡർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കും. ഇതേ വിഷയം തന്നെ വേദ മൊബൈൽ ആപ്പിലും അവൈലബിൾ ആണ്. നമ്മൾ ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ട് വേദയിൽ പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ മെഡിസിൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. നമുക്ക് റാക്ക് സെറ്റിങ്സ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലാണെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് മരുന്നിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ മരുന്നിൻ്റെ പേരിൻ്റെ റൈറ്റ് എൻഡിൽ തൊട്ട് മുകളിലായിട്ടൊരു ഈ ഐക്കൺ റൗണ്ട് സർക്കിളിനുള്ളിൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താലും ഇതേ ഇൻഫർമേഷൻസ് എല്ലാം, ആ മരുന്ന് ഏത് കെമിക്കലാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എഫക്റ്റുകൾ എന്താണ്, ഏത് സിസ്റ്റത്തിൽ, എവരി ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ് മെഡിസിൻ വിൽ ബി അവൈലബിൾ ദെയർ.